ഇതുപോലെ സ്മൂത്തായിട്ടുള്ള ആനിമേഷൻ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യണോ? അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്ലഗിൻ വേണം. പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും ഫോൾഡറിനകത്ത്. ഇതിൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ഓപ്പൺ ആക്കുമ്പോഴാണ് ഇതാണ് ആ പ്ലഗിൻ്റെ ഫയൽസ്. ആദ്യം തന്നെ ഈ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്നുള്ള ഫോൾഡർ കോപ്പി ചെയ്തിട്ട് ലോക്കൽ ഡിസ്ക് സിയിൽ, പ്രോഗ്രാം ഫയൽ x86-ൽ, കോമൺ ഫയൽസിൽ, അഡോബിൽ, CEP-ൽ, എക്സ്റ്റൻഷൻസ് എന്നുള്ള ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ആ ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് കീസ് ഉള്ള രജിസ്ട്രേഷൻ എൻട്രി ഡബിൾ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. അങ്ങനെ ആ എൻട്രി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കുക. അതിൽ എഡിറ്റിൽ, പ്രിഫറൻസസിൽ, ജനറലിൽ പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്രിപ്റ്റിംഗ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അലൗ സ്ക്രിപ്റ്റ്സ് ടു റൈറ്റ് ഫയൽസ് ആൻഡ് ആക്സസ് നെറ്റ്വർക്ക് എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി വിൻഡോയിൽ എക്സ്റ്റൻഷൻസിൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് പ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗിൻ. സെലക്ട് ബിഹേവിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ആനിമേഷൻസും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലഗിൻ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ 1920x1080 തന്നെയാണ് എടുക്കുന്നത്. ആദ്യം ക്യാൻവാസിൻ്റെ സ്കെയിലും സെറ്റ് ചെയ്യാം. ഇത് നമുക്കിവിടെ ഒരു ന്യൂ ഷേപ്പ് ലെയർ എടുക്കാം. നമുക്കിതിൽ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഇത് ആ ബോൾ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഇതിനെ ഗ്രൗണ്ട് എന്ന് റീനെയിം ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഒരു ഷേപ്പ് ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഒരു സർക്കിൾ എടുക്കാം. അപ്പോൾ ഷിഫ്റ്റ് Q ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ എലിപ്സ് ടൂൾ എടുക്കാം. ഇത് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. ഒരു വൈറ്റിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പിനെ താഴോട്ട് കൊണ്ടുവയ്ക്കാം. ഇതുപോലെ ഇതിനെ ഒന്ന് റീകമ്പോസ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇനിയാണ് നമുക്ക് ആനിമേഷൻ ആഡ് ചെയ്യേണ്ടത്. അതിൽ വിൻഡോയിൽ പോവുക, എക്സ്റ്റൻഷൻസിൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്നുള്ള പ്ലഗിൻ എടുക്കുക. ഇതിൽ സെലക്ട് ബിഹേവിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വരുന്ന ആനിമേഷൻസ്. അപ്പോൾ നമുക്കിതിൽ കാരണം ബൗൺസസിൽ നമുക്കൊരു ആനിമേഷൻ സെലക്ട് ചെയ്യാം. നമുക്കിതിൽ ഡാൻസിങ് ഡ്രോപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് എറർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എവിടെയാണോ ആനിമേഷൻ എൻഡ് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആനിമേഷൻ പോയിന്റ്സ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ കണ്ടല്ലോ വലിയൊരു ക്യാൻവാസിൽ ഓടുന്ന പോലെ. നമുക്ക് കുറച്ചുകൂടെ ആനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഒരു സ്മൂത്ത് ആയിട്ട് ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.